നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു. മൂവാറ്റുപുഴ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും LDF പ്രതിഷേധ മാർച്ച് നടത്തി. SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. വാളകം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി. LDF പ്രതിഷേധ സമരം നടത്തി. CITU മേഖലാ സെക്രട്ടറിയുമായ CK സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിന തലേന്ന് പ്രത്യേക പരിപാടിയും സംവാദ സദസ്സും സംഘടിപ്പിച്ച സിറ്റിസൺസ് ഡൈസ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ നവീകരിച്ച MCFന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയ ലോഡിംഗ് ഏരിയയുടെയും ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും പുകഴ്ത്തിവയ്പും കരിഞ്ചന്തയും മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ മൂവാറ്റുപുഴ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും LDF പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മൂവാറ്റുപുഴ SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ മൂവാറ്റുപുഴയിലെ നഗരസഭ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലേക്ക് LDF പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മൂവാറ്റുപുഴ നഗരസഭ മാറാടി, വാളകം, പായിപ്പട, ആയവന, കല്ലൂർക്കാട്, മഞ്ഞള്ളൂർ, ആരക്കുഴ, ആവോലി പഞ്ചായത്തുകളിലേക്കുമാണ് LDF സമരം നടത്തിയത്. മൂവാറ്റുപുഴ SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് UR ബാബു, സഖാവ് സജി ജോർജ്, CPI നേതാക്കളായ KP അലിക്കുഞ്ഞ്, ഇബ്രാഹിം കരീം, കേരള കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ സിജോ ജോൺ തുടങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന തുടർന്ന് നടത്തിയ ധർണ CPI ജില്ലാ സെക്രട്ടറി N അരുൺ ഉദ്ഘാടനം ചെയ്തു. മുൻപ് കൗൺസിലറായി വീണ്ടും തുടരുന്ന ആളുകളുണ്ടല്ലോ. മുൻപിലത്തെ കൗൺസിലർമാരുടെ പ്രവർത്തനം കണ്ട് അതിനനുസൃതമായ പ്രവർത്തനം സ്വന്തം വാർഡുകളിൽ, സ്വന്തം ഡിവിഷനുകളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മെമ്പർമാരുണ്ടല്ലോ, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ. അവരെ ഈ സമരത്തോട് ചേർന്ന് നിൽക്കും മനസ്സുകൊണ്ട്. നിങ്ങളുടെ അധികാര കേന്ദ്രമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയിൽ പണമില്ല, മുനിസിപ്പാലിറ്റിയിലേക്ക് പണം കൊടുത്തിട്ടില്ല, സ്വാഭാവികമായും പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനം നടക്കില്ല. അതിന് മറുപടി പറയേണ്ടി വരുന്നത് VD സതീശനല്ല, മറിച്ച് നിങ്ങൾ കൗൺസിലർമാരായിരിക്കും. നിങ്ങൾ കൂടി മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചുരുങ്ങിയ സമയം കൊണ്ട് വെറുപ്പിക്കുവാൻ, എതിർപ്പുളവാക്കിക്കുവാൻ VD സതീശന് സാധിച്ചിട്ടുണ്ട്. KP അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ച ധർണയിൽ സജി ജോർജ്, MA സഹീർ, KG അനിൽകുമാർ, PB അജിത് കുമാർ, സിജോ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറയ്ക്കലിനും പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കുമെതിരെ വാളകത്ത് LDF പ്രതിഷേധ സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവും CITU മേഖലാ സെക്രട്ടറിയുമായ CK സോമൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെയും വാളകം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണ കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയ്ക്കെതിരെയും LDF വാളകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധ സമരം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവും CITU മേഖലാ സെക്രട്ടറിയുമായ CK സോമൻ ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി PA രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI ലോക്കൽ സെക്രട്ടറി CJ ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബാബു ഐസക്, ശാന്ത ബാബു, CPIM CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, LDF പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന തലേന്ന് എന്ന പേരിൽ പ്രത്യേക പരിപാടിയും സംവാദ സദസ്സും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ സിറ്റിസൺ ഡൈസ് SNBN കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു.
മൂവാറ്റുപുഴ സിറ്റിസൺസ് ഡയസ് SN BEd കോളേജിന്റെ സഹകരണത്തോടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന തലേന്ന് എന്ന പേരിൽ പ്രത്യേക പരിപാടിയും സംവാദ സദസ്സും സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എപ്പോഴും പുറത്തുള്ള ശത്രുവിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ശത്രുവിനേക്കാളും എന്നും പ്രയാസകരമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന എതിർപ്പുകളെ അതിജീവിക്കാൻ. ഇവിടെ പറഞ്ഞ യശശരീരരായ ഇതിഹാസ പുരുഷന്മാരെന്ന് പറയാൻ കഴിയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അബ്ദുൽ കലാം ആസാദും ഒക്കെ ചേർന്ന് BR അംബേദ്കറും ഒക്കെ ചേർന്ന് ആ ആന്തരിക എതിർപ്പുകളെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം നയിച്ചതും ജയിച്ചത്. ഞാൻ പറഞ്ഞു വന്നു, ഒട്ടും അനായാസമായ ഒരു വിജയമായിരുന്നില്ല അത്. പക്ഷെ ഇന്ന് 80 ആണ്ടുകൾക്കപ്പുറം അതേ ശക്തികൾ ഒരുപക്ഷെ വീണ്ടും അവർ അന്ന് എന്താണോ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം കഠിനമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. സിറ്റിസൺസ് ഡയസ് ചെയർമാൻ അഡ്വക്കേറ്റ് N രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയസ് സ്ഥാപകൻ PSA ലത്തീഫ്, ജനറൽ സെക്രട്ടറി അസീസ് പാണ്ഡ്യാരപ്പിള്ളി, SN BEd കോളേജ് മാനേജർ VK നാരായണൻ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PJ ജേക്കബ്, സിറ്റിസൺസ് ഡയസ് വൈസ് ചെയർമാൻ അബ്ദുൾ, ഡയസ് കോർഡിനേറ്റർ അനീഷ് പി ചെറുക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന വിഷയത്തിൽ പ്രമുഖ ഗാന്ധി ചിന്തകൻ ഡോക്ടർ MP മത്തായി സംവാദ സദസ്സ് നയിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ നവീകരിച്ച MCFന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയ ലോഡിംഗ് ഏരിയയുടെയും ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച MCFന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയ ലോഡിംഗ് ഏരിയയുടെയും ഉദ്ഘാടനം നടത്തി. മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നതിന് 286 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് MCF നവീകരിച്ചിരിക്കുന്നത്. ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച വേഗത്തിൽ കയറ്റി അയക്കുന്നതിന് 134 ചതുരശ്ര മീറ്ററിൽ പുതിയ ലോഡിംഗ് ഏരിയയാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിലെ മാലിന്യ ശേഖരണത്തിന് നേതൃത്വം നൽകുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടി ശുചിമുറിയും വിശ്രമമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. MCF നവീകരണത്തിന് 14.92 ലക്ഷം രൂപയും പുതിയ ലോഡിംഗ് ഏരിയയ്ക്ക് 15.79 ലക്ഷം രൂപയും വൈദ്യുതീകരണത്തിന് 1.19 ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. സാലിഹ EM പദ്ധതി വിശദീകരണം നടത്തി. വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അസം ബീഗം, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ P രജിത, മീരാൻ കുഞ്ഞ്, ഷേർലി പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ടെക്സ്റ്റൈൽ നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ. ഫോൺ 919846146786. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഹരിതശോഭ പകർന്ന ഇഷ്ടമരം ചലഞ്ചുമായി മുൻ മാറാടി പഞ്ചായത്ത് അംഗം ബാബു തട്ടാർകുന്നേൽ. 2021 തുടക്കമിട്ട ജനകീയ കൂട്ടായ്മയിലൂടെ ഇതുവരെ 10,000-ലധികം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കാൻ സാധിച്ചു. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഹരിതശോഭ പകർന്ന മുൻ മാറാടി പഞ്ചായത്ത് അംഗവും നിലവിൽ കുസാറ്റിൽ ഓഫീസ് അസിസ്റ്റന്റുമായ ബാബു തട്ടാർകുന്നേൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി 79 സ്വാതന്ത്ര്യ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ഇഷ്ടമരം ചാലഞ്ച് കൂട്ടായ്മയാണ് മാതൃകാപരമായ പദ്ധതിക്ക് പിന്നിൽ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധം വളർത്തുകയും മരങ്ങൾ നടുന്ന ശീലം പ്രോത്സാഹിപ്പിക്കുകയുമാണ് പുതിയ ഉദ്യമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ, കോളേജ് പരിസരത്തോ വീട്ടുമുറ്റത്തോ തൈകൾ നട്ട് ആ ഫോട്ടോ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു നൽകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമരം സർട്ടിഫിക്കറ്റ് നൽകും. കേവലം മരം നടീൽ കൊണ്ട് പദ്ധതി അവസാനിക്കുന്നില്ലെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ഇപ്പോൾ നടുന്ന മരങ്ങൾ അടുത്ത വർഷം ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും ഏറ്റവും നന്നായി പരിപാലിച്ച് വളർത്തുന്ന 3 വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും മികച്ച പരിസ്ഥിതി അവാർഡും ഇഷ്ടമര മൊമന്റോയും നൽകി ആദരിക്കുമെന്ന് ബാബു തട്ടാർകുന്നേൽ പറഞ്ഞു. വിശേഷ ദിവസങ്ങളിൽ വൃക്ഷത്തൈ നട്ട് പരിപാലിക്കുന്ന പദ്ധതിയാണ് ഇഷ്ടമരം ചലഞ്ച്. ഈ ദിനത്തിലൊക്കെ നമ്മൾ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരെ കൊണ്ട് മരുന്നടിച്ച് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരാൻ പറയുന്നു. ഞാനത് ആശംസ അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴി അവർക്ക് ആശംസ അറിയിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. കൂടാതെ ഇഷ്ടമരം ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് വൃക്ഷ പരിപാലന ചലഞ്ച് നടക്കുന്നുണ്ട്. ഇഷ്ടപരിപാലന ചലഞ്ച് എന്ന് പറഞ്ഞാൽ മുൻ വർഷം നട്ട മരങ്ങൾ നമ്മൾ 2001 നട്ട മരമാണ് 2002 അവരോട് പറയും അതിൻ്റെ ചുവട്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് പറയും. അങ്ങനെ അവരെ അയച്ചു തരുമ്പോൾ അത് വൃക്ഷപരിപാലന ചലഞ്ചാവും. ആ മെമ്പറായിരുന്ന കാലം തൊട്ട് തന്നെ നമ്മൾ ഈ വൃക്ഷവ്യാപന പദ്ധതിയായിട്ട്, അതായത് ജൂൺ 5 വൃക്ഷത്തൈകൾ കിട്ടുമല്ലോ,
അപ്പോൾ ഓരോ വീടുകളിലും നമ്മൾ എത്തിച്ചു കൊടുത്ത് അവരെ കൊണ്ട് നടിയിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് കൊണ്ടുനടക്കുന്നു. അതോടൊപ്പം കോവിഡ് കാലത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ വീടുകളിലും പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പച്ചക്കറി വിത്തുകൾ സൗജന്യമായിട്ട് കൊണ്ട് കൊടുത്തു. അവർക്ക് സ്ഥലമൊരുക്കാനായിട്ടുള്ള മത്സരങ്ങൾ നടത്തി. അപ്പോൾ അങ്ങനെ തുടങ്ങി വെച്ച കാര്യമാണ്. നമ്മൾ 2021 ഏപ്രിൽ 19 ഇവിടെ ഒരു വിവാഹ ദിനം ഉണ്ടായിരുന്നു. ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് വധൂവരന്മാരെ കൊണ്ട് മരം നടിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചാണ് നമ്മുടെ ഈ പദ്ധതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം പൂർത്തിയാക്കുകയാണ്. ആ 79 വർഷത്തിൽ 79 വൃക്ഷത്തൈകൾ നടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിൽ നിന്ന് നട്ടു തരാമെന്നും പറഞ്ഞ് അധ്യാപകർ, NSSൻ്റെ പ്രോഗ്രാം ഓഫീസർമാർ, അവർ എല്ലാവരും നമുക്ക് നമ്മുടെ ഒപ്പം നിൽക്കാൻ കൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ നാളെ രാവിലെ വൃക്ഷത്തൈകൾ നട്ട് നമുക്ക് അയച്ചു തരും. അത് നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ 79 എന്ന് പറയുമ്പോൾ 100, 120 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അത് കൂടുതലാവും. അതിപ്പോൾ എത്രയാണെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ 79 കഴിയും. പരിസ്ഥിതി സംരക്ഷണം വരും തലമുറയുടെ ശീലമാക്കി മാറ്റുകയാണ് ഈ സ്വാതന്ത്ര്യദിന ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത്. ഇഷ്ടമരം ചാലഞ്ച്, വിളവെടുപ്പ് ചാലഞ്ച് എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്നു. മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ബാബു തട്ടാർകുന്നേൽ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും പുകഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിന് സംയുക്ത സ്ക്വാഡ് മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. അമിതവില ഈടാക്കൽ, വിലവിവരപ്പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കൽ എന്നീ ക്രമക്കേടുകൾക്ക് നടപടി സ്വീകരിച്ചു. ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് മൂവാറ്റുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ പ്രദർശനം മൂവാറ്റുപുഴയിൽ നടത്തി. മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ തത്സമയ പ്രദർശനം ഒരുക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ പ്രദർശനം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നടത്തി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നടത്തുന്നതിന്റെ തത്സമയ പ്രദർശനമാണ് മൂവാറ്റുപുഴയിൽ നടത്തിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സ്ക്രീനിംഗ് സംവിധാനം ഒരുക്കി പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് തത്സമയ പ്രദർശനം ഒരുക്കിയത്. മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലാണ് സ്റ്റേഷനിൽ സ്ക്രീനിംഗ് സംവിധാനം ഒരുക്കിയത്. പ്രവാസത്തിന്റെ നേർക്കാഴ്ചകൾ പങ്കുവച്ച് മസാറയിലെ പെൺജീവിതങ്ങൾ പുസ്തകമേളയിൽ നടന്ന പുസ്തക ചർച്ച ശ്രദ്ധേയമായി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും മൂവാറ്റുപുഴ മേളയും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിവേണി പുസ്തകമേളയിൽ നടന്ന പുസ്തക ചർച്ച സാഹിത്യപ്രേമികൾക്ക് വേറിട്ടൊരനുഭവമായി. സാഹിത്യരംഗത്തെ നവാഗതനായ പോയാലി സക്കീർ ഹുസൈൻ രചിച്ച മസാറയിലെ പെൺജീവിതങ്ങൾ എന്ന കൃതിയെ അധികരിച്ചായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. നീണ്ട 13 വർഷത്തെ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിലേക്ക് മടങ്ങിയ ഗ്രന്ഥകാരന്റെ മനസ്സിൽ പതിഞ്ഞ വിസ്മരിക്കാനാവാത്ത അനുഭവങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും നേർക്കാഴ്ചയാണ് ഈ മൂന്നാമത്തെ കൃതിയിലൂടെ അവതരിപ്പിക്കുന്നത്. പുസ്തക നിരൂപണ ചർച്ചയിൽ PA അബ്ദുൾ സമദ് ആമുഖ അവതരണം നടത്തി. അവൻ അവിടെ എന്താ ചെയ്യണമെന്നുള്ളത് പോലുമല്ല, അവൻ അവിടുത്തെ പത്രാസ് പറയാനും നാട്ടിൽ വന്ന് വലിയ പൊങ്ങച്ചം കാണിക്കാനും മാത്രം തയ്യാറാവുന്ന ഒരു കാലയളവ് ഗൾഫുകാരെ കുറിച്ച് നിലനിന്നിരുന്നത് ഗൾഫിലെ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലവും അവരെ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ തുറന്നെഴുതാനും പറയാനും നമുക്കൊരു ആടുജീവിതമൊക്കെ കയ്യിൽ കിട്ടിയതൊഴിച്ചാൽ ബാക്കി കഥകളിലെല്ലാം ഒരു സ്വർണ്ണപ്രഭയോടെ നമ്മളെ ആകെ കീഴടക്കുന്ന ഒരു സംവിധാനമാണ് ഗൾഫ് ജീവിതത്തെ, പ്രവാസ ജീവിതത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ, അത് യാഥാർത്ഥ്യബോധത്തോടെ നേരിട്ട് ദൃക്സാക്ഷിയാകേണ്ടി വന്നതിൻ്റെ ആ ഒരു ഉൾക്കിടിലത്തോടെ അത് നമുക്ക് നെഞ്ചു തൊട്ട് അറിയാൻ പറ്റുന്ന തരത്തിൽ അതിനകത്ത് വേറെ കൃത്രിമത്വം ഇല്ലാതെ, വലിയ ഭാഷയുടെ മാജിക്കില്ലാതെ നമുക്ക് മുമ്പിലേക്ക് ഈ വിഷയം നമുക്ക് പകർന്നു തരുന്ന സമീപനമാണ് ഇതിനകത്ത്. കവിയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഭരണസമിതി അംഗവുമായ ജയകുമാർ ചെങ്ങമനാട്, കുമാർ K മുടവൂർ, CN കുഞ്ഞുമോൾ, തിലകരാജ്, നസീർ അലിയാർ, ബിജിലി പ്രബിൻ തുടങ്ങിയ എഴുത്തുകാർ ചർച്ചയിൽ പങ്കെടുത്തു. തിരക്കേറിയ പ്രവാസ ജീവിതത്തിനിടയിലും നാട്ടിലെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കിടയിലും സർഗാത്മകത കൈവിടാതെ സാഹിത്യരചനയ്ക്ക് സമയം കണ്ടെത്തുന്ന ഗ്രന്ഥകാരനെ ചർച്ചയിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. മൂവാറ്റുപുഴയിലെ സാഹിത്യ കുതുകികൾക്കായി ഇതുപോലുള്ള സാഹിത്യ സംവാദങ്ങൾക്ക് തുടർന്നും വേദികൾ ഒരുക്കുമെന്നും സാഹിത്യരംഗത്തേക്ക് കടന്നുവരുന്ന പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ചർച്ച നയിച്ച മേള സെക്രട്ടറി പ്രിജിത്തോ കുമാർ വ്യക്തമാക്കി.
നഗരസഭാ ഭരണസ്തംഭനത്തിനെതിരെ കോതമംഗലം നഗരസഭാ ഓഫീസിന് മുന്നിൽ LDF മാർച്ചും ധർണയും നടത്തി. മുൻ MLA ആന്റണി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭ ഭരണസ്തംഭനത്തിനെതിരെ നഗരസഭ ഓഫീസിന് മുന്നിൽ LDF മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ MLA ആന്റണി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കാര്യത്തിലും ഇടതുപക്ഷ ഗവൺമെന്റുകൾ പ്രത്യേകമായി പ്രാധാന്യം കേരളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ ജനകീയ മുന്നേറ്റം ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താ? ഇപ്പോൾ ഭരണപക്ഷ കൗൺസിലർമാരായിട്ടുള്ള ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാകും. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ ബഡ്ജറ്റും നിങ്ങൾ പരിശോധിച്ച കഴിഞ്ഞ 10 വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ ബഡ്ജറ്റിലും ആനുപാതികമായ വർധനമാണ് പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി പരിഗണന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 102 സീറ്റ് നേടി അധികാരത്തിൽ വന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF ഗവൺമെന്റ്, ആ UDF ഗവൺമെന്റ് അധികാരമേറ്റ് 3 മാസം എത്തുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന, ഏറ്റവും അധികം ബന്ധപ്പെട്ടു പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കണക്കുകൾ നിരത്തിയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോണി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LDF നേതാക്കളായ CPS ബാലൻ, PP മൈദീൻ ഷാ, ജോണി കുര്യയ്പ്പ്, പോൾ മുണ്ടയ്ക്കൽ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, സുധാ പത്മജൻ, KA നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മീൻകുന്നം വെള്ളിലാന്തടത്തിൽ VJ ബിനോയ് 56 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 2-ന് മീൻകുന്നം സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തി. ഫോട്ടോഗ്രാഫറായിരുന്ന പരേതൻ മീൻകുന്നത്ത് ഫ്ലവർ സ്റ്റുഡിയോ സ്ഥാപനം നടത്തിയിരുന്നു. ഭാര്യ സുമ, കാക്കൂർ, വടക്കേക്കുറ്റി കുടുംബാംഗം. മക്കൾ അക്ഷയ്, ആഷിഖ്, അക്ഷര. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.